നമ്മുടെ കത്രിക എവിടെയും നോക്കണ്ടേ. മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് പി വി അൻവർ. ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് അൻവർ പറയുന്നു. നിലമ്പൂർ നഗരസഭയിലെ ഇടത് കൌൺസിലർക്ക് പിന്നാലെ ഇനിയും നിരവധി ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ എത്തുമെന്നാണ് അൻവർ പറയുന്നത്. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട്. നിലമ്പൂരിൽ പതിയെ പരസ്യപ്രചാരണത്തിലേക്ക് അടക്കുകയാണ് തൃണമൂൽ സ്ഥാനാർത്ഥി പി വി അൻവർ. അപ്പോൾ പതിയെ പരസ്യപ്രചാരണം സജീവമാക്കുക എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ഈ ദിവസങ്ങളൊക്കെ തന്നെ സജീവമാകും. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണങ്ങൾ? അത് നല്ല പ്രതികരണമല്ലേ. ആ ആളുകളെ കണ്ടിട്ടല്ലേ, ആളുകളാണല്ലോ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്. പിന്നെ ആളുകളെ പ്രതികരണത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് ഇറങ്ങുന്ന എല്ലാ സ്ഥലത്തും. ഇന്നിപ്പോൾ JDS അല്ലെങ്കിൽ LDF നഗരസഭ കൗൺസിലർ തൃണമൂലിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയും പലരും ചേരും. ഇനിയും പല കൗൺസിലർമാരും പല പഞ്ചായത്ത് മെമ്പർമാരും ഇതിനൊപ്പമുണ്ട്. മനസ്സുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ചിലരൊക്കെ ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുക പ്രത്യക്ഷമായി ഇറങ്ങാൻ. ആ ശേഷിയുള്ളവർ ഇറങ്ങും, അല്ലാത്തവർ കർട്ടൻ്റെ പുറകിലുണ്ടാവും. ഇടതുപക്ഷം ആദ്യം മുതൽ തന്നെ നടത്തുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് ഇടത് പാർട്ടിയുടെ ഒരു അംഗത്തെ പോലും പി വി അൻവർ കൂടെ കൂട്ടം കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അതിന് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF ഇപ്പോഴത്തെ പ്രചാരണം. അത് തെറ്റും എന്നുള്ളതാണ്. അത് 20 കാണാം. 40% LDF എനിക്ക് കിട്ടും. അഷ്കർ എഴുതി വെച്ചോ, മനസ്സിലായോ? അവരാണ് ഈ നാട്ടിൽ ഏറ്റവും കഷ്ടപ്പെട്ടത്. ഈ ഗവൺമെന്റിനെ കെട്ടിപ്പടുത്ത് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമാണ്. അവരാണ് ഈ പിണറായിയുടെ കുടുംബാധിപത്യം, ഈ പറയുന്ന റിയാസിന്റെ കുടുംബാധിപത്യം, അവരുടെ സാമ്പത്തിക താല്പര്യം, അതിന്റെ ഇടയിൽ ഞെരിഞ്ഞമരുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളാണ്. അതിൽപ്പെട്ടവരാണ് ആശാ വർക്കർമാർ. 100 രൂപ കൂട്ടി ചോദിച്ചു. 232 രൂപയ്ക്ക് ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. എന്താ പിണറായിക്ക് അറിയില്ലേ? ഈ 40% ആളുകൾ വോട്ടിൽ വരുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് പരസ്യപ്രചാരത്തിന് അതുപോലെ ഇടതുപക്ഷമുള്ള ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഒരാളും വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം കാലിൽ സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ സർക്കാരിൻ്റെയും ഇവരുടെയും പ്രതിരോധത്തെ മറികടക്കാൻ ശേഷിയുള്ള തൊഴിലാളികൾ മാത്രം വന്നാൽ മതി ഞാൻ പറയുന്നത്. മറ്റൊരു വീട്ടിൽ എന്തിനാ അവരെ പ്രയാസത്തിലാക്കുന്നത്? അവരെ കണ്ണുരുട്ടും, അവരുടെ റേഷൻ കാർഡ് വെട്ടും, ലൈഫ് പദ്ധതിയിലെ വിഹിതം കൊടുക്കൂല, കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കൂല, എന്തെല്ലാം ചെയ്യുന്നു. പിണറായിസത്തിൻ്റെ ഭാഗമല്ലേ ഇതൊക്കെ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ക്രൗഡ് ഫണ്ടിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ്? അല്ല, ക്രൗഡ് ഫണ്ടിങ് ഞാൻ പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആയിരക്കണക്കിന് എന്താ പറയുക മന്ത്രിമാരും MLA മാരും 4 ഭാഗത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ മുഖ്യമന്ത്രി 4 ദിവസം ഇവിടെ കിടന്നുറങ്ങുന്ന പറഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നേരിടണ്ടേ? ഇവരെല്ലാം കൂടെ ചിരട്ട ഉടക്കും, തേങ്ങ ഉടക്കുമ്പോൾ ചിരട്ടൻ്റെ വക്കെങ്കിലും ഞാൻ ഉടക്കണ്ടേ? എൻ്റെ പ്രവർത്തകർക്ക് ഉടക്കുന്നവർ എന്താ പറയുക, കപ്പിങ് കഞ്ഞി വാങ്ങിക്കൊടുക്കണമെങ്കിൽ 1000 രൂപയാണ് ഒരു ബൂത്തിൽ വേണ്ടേ? അതിന് പൈസ വേണ്ടേ? എൻ്റെ അടുത്ത് മുതലുണ്ട്, കിട്ടുന്ന വിലക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരാൾക്കും എന്താ, എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഫണ്ടിങ്ങിന് ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ആളുകളുടെ പ്രതികരണം നല്ല പ്രതികരണമാണ്. നമുക്ക് 1 രൂപ നിലമ്പൂർക്കാർ ഈ നിൽക്കുന്നവരോടൊക്കെ പറയണതാ 1 രൂപ അതിലേക്ക് ഇടാനാണ്. 1 രൂപ നമുക്ക് ധാർമ്മിക പിന്തുണയാണ് വേണ്ടത്. മറ്റേത് ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ ഇത് നടത്തും? തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്യപ്രചാരത്തിന് പതിയെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് തൃണമൂൽ പിന്തുണയ്ക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിയോടെയുള്ള പി വി അൻവർ. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പായൻ, റിപ്പോർട്ടർ മലപ്പുറം.